ഒരു ഭയങ്കരമായ കാട്ടിലൂടെ ഒരു കാറ് സഞ്ചരിക്കുകയായിരുന്നു. ആ വണ്ടിയിൽ അച്ഛനും അമ്മയും ഒരു കൈക്കുഞ്ഞും ഉണ്ടായിരുന്നു. ആ വണ്ടി ഒരു വളവ് തിരിഞ്ഞതും പെട്ടെന്ന് കാട്ടിനകത്തേക്ക് മറിഞ്ഞു വീണ് അച്ഛനും അമ്മയും അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ആ കുഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം അതുവഴി വന്ന ഒരു ചെമ്പുലി ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി പാലൂട്ടി വളർത്തുകയും ആ കുഞ്ഞിന് മകുളി എന്ന് പേരിടുകയും ചെയ്തു. അതിൻ്റെ 2 മക്കളുടെ കൂടെ ആ കുഞ്ഞും അവിടെ വളരാൻ തുടങ്ങി. നാളുകൾ ഓരോന്നായി പോയിക്കൊണ്ടിരുന്നു. ആ കുഞ്ഞ് ഏകദേശം 10-12 വയസ്സായി. കാട്ടിലെ ഓരോ അഭ്യാസങ്ങളും കുട്ടി പഠിക്കാൻ തുടങ്ങി. വള്ളിയിൽ തൂങ്ങിയാടുവാനും മറ്റു മൃഗങ്ങളെപ്പോലെ മരം കയറുവാനും എല്ലാം ആ സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞ് ഒരു മൃഗക്കുഞ്ഞിനെ പോലെ ഇതൊക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കെ 2 പേർ ഒരു സമയം ആ കാട്ടിലേക്ക് വന്നു. നോക്കിയപ്പോൾ അവർ അത് മനുഷ്യക്കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിച്ചു. ആദ്യം അവർ വിചാരിച്ചു ഇതേതോ കാട്ടു കുഞ്ഞായിരിക്കുമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ ഇവൻ ഈ കാട്ടിൽ കിടന്ന് വള്ളികളിൽ ആടിക്കൊണ്ടിരിക്കുകയും മരത്തിൽ അള്ളിപ്പിടിച്ച് കയറുകയും പല അഭ്യാസങ്ങളും കാണിക്കുന്നതായിരുന്നു. പക്ഷേ ഇവർ വിചാരിച്ചു ഇതെന്തോ വിചിത്ര ജീവിയായിരിക്കുമെന്ന് വിചാരിച്ചു. ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ പുള്ളി അവിടെ വരികയും അവൻ്റെ അമ്മ അവനെ രക്ഷിച്ച് കൊണ്ടുപോയി ഈ ഉപദ്രവിക്കാൻ വന്ന മനുഷ്യരെ ഓട്ടിച്ചു വിടുകയും ചെയ്തു. ഈ കഥയിൽ നിന്നെല്ലാം ഒരു ഗുണപാഠം പഠിക്കാൻ നമുക്ക്. ഒരാൾ കാട്ടിൽ ജീവിച്ചാലും നാട്ടിൽ ജീവിച്ചാലും അവർ വളരുന്ന സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. ഈ കുഞ്ഞ് കാട്ടുമൃഗങ്ങളോട് ഇണങ്ങി ജീവിച്ച് അവൻ ഒരു സ്വന്തക്കാരെല്ലാം വിട്ടുപോയെങ്കിലും ഈ കാട്ടിലെ മൃഗം അവൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് അവൻ കണ്ടത്. അവനൊക്കെ എന്ത് അപകടം വന്നാലും ഓടി വന്ന് ഇവനെ രക്ഷിച്ച് കൊണ്ടുപോകുന്നത് ഈ പുള്ളിയായിരുന്നു. അവന് ഏതൊരു അപകടത്തിൽ നിന്നും കാത്തു രക്ഷിച്ച് ഈ പുള്ളിയുടെ കുട്ടികളുടെ കൂടെ ഈ കുഞ്ഞ് വളർന്ന് വലുതായി. അവൻ പിന്നെ ഒരിക്കലും നാട്ടിലേക്ക് വന്നതേയില്ല. ആ കാട്ടുമൃഗങ്ങളെ കൂടെ സന്തോഷമായി താമസിച്ചു. എന്നെ ഇഷ്ടപ്പെട്ടാൽ